नमस्ते बच्चों, आज हम 10वीं कक्षा का इकाई 3 का अकाल और उसके बाद पाठ പഠേंगे. यह एक कविता है. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ തേർഡ് യൂണിറ്റ് ആയിട്ടുള്ള അതിൽ വന്നിട്ടുള്ള അക്കാൽ और उसके बाद പാഠാണ് പഠിക്കാൻ പോകുന്നത്. ഇതൊരു കവിതയാണ്. കവി നാഗാർജുന. ഹിന്ദിയിൽ പ്രസിദ്ധനായ ഒരു കവിയായിരുന്നു ഇദ്ദേഹം. ജനിച്ചത് ജൂൺ 30, 1911 ബീഹാറിൽ വെച്ചിട്ടാണ്. മരണം 5 नवंबर 1998 ആണ്. आपने हिंदी के अलावा मैथिली, संस्कृत और बंगला में भी रचनाएं की हैं. അദ്ദേഹം ഹിന്ദി ഭാഷ അല്ലാതെ മൈഥിലി, സംസ്കൃതം പിന്നെ ബംഗ്ലാ ഭാഷയിൽ കൂടി രചനകൾ എഴുതിയിട്ടുണ്ട്. लोकजीवन, प्रकृति और समकालीन राजनीति आपकी रचनाओं के मुख्य विषय रहे. അദ്ദേഹത്തിന്റെ രചനയുടെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് ലോകജീവനം, പ്രകൃതി, സമകാലീന രാജനീതിയാണ്. युगधारा, प्यासी पथराई आंखें, सतरंगी पंखों वाली, तालाब की मछलियां आदि आपकी प्रमुख काव्यकृतियां हैं. അദ്ദേഹത്തിന്റെ പ്രധാന കാവ്യകൃതി യുഗധാര, പ്യാസി പഥറായി ആംഖേ, സതരംഗി പങ്കോവാലി, താലാബ് കി മച്ചലിയ എന്നിവയാണ്. നമുക്കിന്ന് കവിതയിലേക്ക് പോവാം. ശ്രദ്ധിക്കാം. പാഠ് കാ നാം ഹേ അക്കാൽ और उसके बाद. കവി നാഗാർജുന. അക്കാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷാമം എന്നതാണ് അർത്ഥം. അതായത് സമൂഹത്തില് കുറെ നാളത്തേക്ക് ഭക്ഷണങ്ങളോ ധാന്യങ്ങളോ കിട്ടാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ ഇവിടെ അകാൽ എന്ന് സൂചിപ്പിക്കുന്നത്. ഉസ്കെ ബാദ് എന്ന് പറഞ്ഞാൽ അകാലിന് ശേഷം സന്തോഷപ്രദമായിട്ടുള്ള അവസ്ഥയാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. അകാൽ എന്ന് പറഞ്ഞാൽ ക്ഷാമവും അല്ലെങ്കിൽ ദുഃഖത്തിന്റെ ഒരു സിറ്റുവേഷൻ ആണ്. അതുപോലെ ഉസ്കെ ബാദ് എന്ന് പറഞ്ഞാൽ അതിന് ശേഷം സന്തോഷപ്രദമായ ഒരു നിമിഷമാണ് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാം. ശരി, കവിത വായിക്കാം. कई दिनों तक चूल्हा रोया, चक्की रही उदास, कई दिनों तक कानी कुतिया सोई उनके पास, कई दिनों तक लगी भीत पर छिपकलियों की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त. ഇവിടെ ഫസ്റ്റ് 4 ലൈനിൽ പറഞ്ഞിട്ടുള്ളത് കൈ ദിനോ തക്ക് എന്നുള്ളതാണ്. കുറെ ദിവസങ്ങളായി എന്ന്. കവി ഈ 4 ലൈനില് അകാലിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കുറെ ദിവസങ്ങളായി ആ വീട്ടിൽ ക്ഷാമം തുടങ്ങിയിട്ട്. അപ്പോ കുറെ ദിവസങ്ങൾ ആയി ഇവിടെ പറയുന്നുണ്ട്. കൈ ദിനോ തക്ക് ചൂൽഹാ റോയ. കുറെ ദിവസങ്ങളായി അടുപ്പ്, ചൂൽഹ എന്ന് പറഞ്ഞാല് അടുപ്പ്, റോന എന്ന് പറഞ്ഞാല് കരയുക. അപ്പോ കുറെ ദിവസങ്ങളായി അടുപ്പ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ചക്കി രഹി ഉദാസ്. ചക്കി, ചക്കി മാനിക്കാ ഹേ ആട്ടുകല്ല്, അമ്മിക്കല്ല് എന്ന് പറയില്ലേ, നമ്മൾ അരയ്ക്കുന്ന കല്ലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഉദാസ് എന്ന് പറഞ്ഞാല് ദുഃഖിക്കുക. അപ്പോ ആട്ടുകല്ല് ദുഃഖിച്ചിരിക്കുകയാണ്. കുറെ ദിവസങ്ങളായിട്ട് അടുപ്പ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ അടുപ്പിന്റെ അരികിലുള്ള ആട്ടുകല്ല് അത്രത്തോളം ദുഃഖിച്ചിരുന്നു. അപ്പോൾ അടുപ്പ് കരയാനും ആട്ടുകല്ല് ദുഃഖിക്കാനും എന്താണ് കാരണം? ആ വീട്ടിൽ ക്ഷാമം വന്നിട്ട് കുറെ ദിവസങ്ങളായി. അടുപ്പ് കത്തിച്ചിട്ട് കുറെ ദിവസങ്ങളായി. അതുപോലെ തന്നെ ചക്കി വെച്ചിട്ട്, ആട്ടുകല്ലിൽ വെച്ചിട്ട് ധാന്യങ്ങൾ പൊടിച്ചിട്ടില്ല എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ധാന്യങ്ങൾ ഉണ്ടായാലേ നമുക്ക് വീട്ടില് ഭക്ഷണങ്ങൾ തയ്യാറാക്കാനായിട്ട് ഇവിടെ പറയുന്നത്. കൈ ദിനോ തക്ക് കാനി കുത്തിയ സോയി ഉൻകെ പാസ്. കുറെ ദിവസങ്ങളായി കാനി കുത്തിയ. കാനി കുത്തിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റക്കണ്ണ നായ. അപ്പോ ഈ ഒറ്റക്കണ്ണുള്ള നായ കുറെ ദിവസങ്ങളായി സോയി ഉൻകെ പാസ്. സോന ഉറങ്ങുക. പിന്നെ ഉൻകെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരെ കുറിച്ചിട്ടാണ്? ചൂൽഹ പിന്നെ ചക്കി, അടുപ്പ് പിന്നെ ആട്ടുകല്ല്. അപ്പോൾ ഈ കുറെ ദിവസങ്ങളായിട്ട് ഈ ഒറ്റക്കണ്ണനായി അടുപ്പ് പിന്നെ
ചക്കി ആട്ടുകല്ലിന്റെ അടുത്ത് ഉറങ്ങുകയാണ്. അതിന്റെ അടുത്ത് കിടന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് പ്രതീക്ഷയോടെയാണ് ഉറങ്ങുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഭക്ഷണം കിട്ടാതെയാണ് ഒരു ഉദാസനായിട്ട് ദുഃഖിതനായിട്ടാണ് ഈ ഒറ്റക്കണ്ണനായ കിടന്നിട്ടുള്ളത്. കൈ ദിനോं तक लगी भीत पर छिपकलियों की गश्त. കുറെ ദിവസങ്ങളായി. ഭീത് ഭീത്ത് പറഞ്ഞ എന്താണ്? ചുമര്. ചിപ്പുകലിയ പല്ലി, ലിസാർഡ്. ഗഷ്ത് എന്ന് പറഞ്ഞാല് കറങ്ങുന്നത്, ഘൂമന, സറൗണ്ടിങ്. അപ്പൊ കുറെ ദിവസങ്ങളായി പല്ലികള് ചുമരിലൂടെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തിനാണ് ഈ പല്ലികള് ചുമരിലൂടെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? ആ പല്ലികൾക്ക് പോലും എന്ത് കിട്ടിയിട്ടില്ല? ഒരു തരത്തിലുള്ള ഭക്ഷണങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കൈ ദിനോं तक चूहे की भी हालत रही शिकस्त. കുറെ ദിവസങ്ങളായി ചൂഹ, ചൂഹ പറഞ്ഞ എന്താണ്? എലി, റാറ്റ്. ചൂഹെ की भी ഹാലത്ത്, ഹാലത്ത് അവസ്ഥ, ശികസ്ത് ബുറ മോശമായിരുന്നു. ചില കുറെ ദിവസങ്ങളായിട്ട് എലികളുടെ അവസ്ഥ പോലും വളരെ മോശമായിരുന്നു. ഭക്ഷണം ഇല്ലാതെ, ആ വീടില് ഭക്ഷണം ഇല്ലാതെ ക്ഷാമ വന്നുകൊണ്ട് എല്ലാ ജീവികളുടെ അവസ്ഥ മോശമായിരുന്നു എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ലൈനിൽ നാഗാർജുന അകാലത്തിന്റെ അഥവാ ക്ഷാമത്തിന്റെ കുറിച്ചിട്ടുള്ളതാണ് നമുക്ക് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുക, അകാൽ വന്ന സമയത്ത്, ഈ ക്ഷാമം വന്ന സമയത്ത് ആ വീട്ടിലെ അടുപ്പ് കരയുന്നു, പിന്നെ ചക്കി ആട്ടുകല്ല് ദുഃഖിക്കുന്നു, പിന്നെന്ന് വെച്ചാല് കാനി കുത്തിയ ഒറ്റക്കണ്ണനായ ആ അടുപ്പ് പിന്നെ ആറ്റുകല്ലിന്റെ അടുത്ത് ഉറങ്ങുന്നുണ്ട്. ചിപ്പക്കരിയ ഭക്ഷണം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നുണ്ട്. പിന്നെ ചൂഹ പറഞ്ഞാൽ എലി, അതിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. അപ്പൊ ഭക്ഷണം ഇല്ലെങ്കിൽ ഏതെല്ലാം അവസ്ഥയിലേക്ക് എത്തും എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അല്ലെ. ഇവിടെ ചില നിർജീവ വസ്തുക്കളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? ചൂൽഹ അടുപ്പ്, പിന്നെ ചക്കി ആട്ടുകല്ല്, അമ്മിക്കല്ല്. അതുപോലെ ജീവജാലങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ജീവ ഉള്ളതെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതെല്ലാം? കനി കുത്തിയ ഒറ്റക്കണ്ണനായ, പിന്നെ ചിപ്പുകല്ലിയ പല്ലി, പിന്നെ ചൂഹ എലിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിർജീവ വസ്തുക്കളുടെ സഹായത്താലും ജീവജാലങ്ങളുടെ സഹായത്താലും കവി കൃത്യമായി അകാലിനെ വ്യക്തമാക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇനി ഇപ്പൊ ഈ 4 ലൈനിൽ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അകാലിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്ന 4 ലൈനിൽ, ആ 4 ലൈനില് അകാലിക്ക് ബാധിക്ക് ബാരമേ കവി ബതായേ ഹേ. അകാലിന് ശേഷമാണ്, ക്ഷാമത്തിന് ശേഷമാണ് എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് പരിചയപ്പെടാം. दाने आए घर के अंदर कई दिनों के बाद, धुआं उठा आंगन से ऊपर कई दिनों के बाद, चमक उठी घर भर की आंखें कई दिनों के बाद, कौवे ने खुजलाई पांखें कई दिनों के बाद. दाने आए घर के अंदर, दाने आए ധാന്യങ്ങൾ വന്നു. എങ്ങോട്ടാണ് വന്നത്? ഘർ കെ അന്തർ, ആ വീട്ടിലേക്ക്. എപ്പോഴാണ് വന്നത്? കൈ ദിനോ കെ ബാദ്, കുറെ ദിവസങ്ങൾക്ക് ശേഷം. എന്നാൽ കുറെ ദിവസങ്ങൾക്ക് ശേഷം ആ വീട്ടിലേക്ക് ധാന്യങ്ങൾ വന്നു എന്നാണ്. അപ്പൊ അങ്ങനെ ധാന്യങ്ങൾ വന്നാൽ ആ വീട്ടുകാർ എന്ത് ചെയ്യും? അത്രത്തോളം സന്തോഷിക്കുകയും പിന്നെ പെട്ടെന്ന് തന്നെ ആ ധാന്യങ്ങളെ അടുപ്പത്ത് വെച്ച് പാകം ചെയ്യുകയും ചെയ്തു. അപ്പോ അടുപ്പത്ത് പാകം ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായി ആ വീട്ടിൽ മുകളിലൂടെ പുക ഉയരും അല്ലെ. ധുവാ ഉഠാ ആംഗൻ സേ ഊപ്പർ കൈ ദിനോं के बाद. ധുവാ മാനെ ക്യാ ഹേ? പുക, സ്മോക്ക്. അപ്പൊ ധുവാ ഉഠാ, പുക ഉയരുന്നു. ഏതിലൂടെയാണ്? ആംഗൻ സേ ഊപ്പർ. ആംഗൻ പറഞ്ഞാല് മുറ്റത്തിന്റെ മുകളിലൂടെ ഉയരുന്നു. അപ്പൊ അവര് ധാന്യം പാകം ചെയ്യുമ്പോഴാണ് വീടിന്റെ മുകളിലൂടെ പുക ഉയരുന്നത് എന്നാണ് അല്ലെ. പുക ഉയരുന്നത് കൈ ദിനോं के बाद, എപ്പോഴാണ്? കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പുക ഉയരുന്നത്. ധാന്യങ്ങൾ വന്ന ശേഷമാണ് ആ വീട്ടിലെ പാകം ചെയ്യുന്നത്, പിന്നെ വീടിന്റെ മുകളിലൂടെ പുക പോകുന്നത്. ചമക്
उठी घर भर की आंखें कई दिनों के बाद. കുറെ ദിവസങ്ങൾക്ക് ശേഷം ആ വീട്ടിലുള്ള കണ്ണുകൾ അഥവാ ആ വീട് നിറയെ ഉള്ള കണ്ണുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ചമക്കുട്ടന തിളങ്ങുന്നത് എന്നതാണ് അർത്ഥം. ഇവിടെ കുറെ ദിവസങ്ങൾക്ക് ശേഷം ധാന്യങ്ങൾ വന്നു, അവര് പാകം ചെയ്തു, അത് കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി കുറെ ദിവസങ്ങൾക്ക് ശേഷം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മളെ കണ്ണുകളെല്ലാം വിടരും, തിളങ്ങും, സന്തോഷത്തോടെ, അല്ലെ? സന്തോഷം ഉണ്ടാവും നമുക്ക്. സോ അതേ അർത്ഥത്തിൽ ആണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഘർ ഭർ കി ആംഖേ ചമക്കുട്ടി, ആ വീട്ടിലുള്ള ആളുകളുടെ കണ്ണുകൾ തിളങ്ങി തുടങ്ങി എന്നറിഞ്ഞ് പറയുന്നത്. ഈ ഭക്ഷണ വീട്ടിലേക്ക് വന്ന സമയത്ത് പാകം ചെയ്യുന്നുണ്ട്, പുക ഉയരുന്നു. ആ പുക ഉയരുന്ന സമയത്ത് കൗവേനെ ഖുജലായി പാങ്കേ കൈ ദിനോ കെ ബാദ്. എന്താണ്? ഒരുപക്ഷെ ഈ സാഹചര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവണം ഈ കൗവെ മീൻസ് ക്രോ, കാക്ക എന്ത് ചെയ്യുവാണ്? ഖുജലായി പറഞ്ഞാല് ചൊരിയുക. എന്താണ് ചൊരിയുന്നത്? പാങ്കെ, തന്റെ ചിറകുകള്, കവ്യ തന്റെ ചിറകുകൾ ചൊരിയുന്നത്. അപ്പൊ ചൊരിയുക എന്നുള്ളത് കൊണ്ട് കവ്യക്ക് ഒരു പക്ഷേ, ആ കാക്കക്ക് ഒരു പക്ഷേ ഭക്ഷണം കിട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ കിട്ടുമെന്ന് പ്രതീക്ഷ കൊണ്ടോ കവ്യ തന്റെ ചിറകടിക്കുകയാണെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്ര തന്നെ. ആ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത്, പുക ഉയരുന്ന സമയത്ത് കാക്ക കാണുന്നുണ്ട് ഭക്ഷണം കിട്ടാൻ പോകുന്നതാണ്, അന്വേഷിക്കാൻ പോകേണ്ടതാണ്. അപ്പോൾ ചിറകടിക്കുന്ന പറഞ്ഞാല് പറക്കുന്നുണ്ട് ഈ കാക്ക. അപ്പൊ ഇത്രയാണ് ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ആ കാലക്ക് ബാദ് എന്ന് ആ ഒരു അവസ്ഥയെ കുറിച്ചിട്ട് ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ കവിതയിൽ ഫസ്റ്റ് ലൈനിൽ പറയുന്നത്, 4 ലൈനിൽ പറയുന്നത് ആ കാലിനെ കുറിച്ചിട്ടാണ്, ക്ഷാമത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ലാസ്റ്റിലത്തെ 4 ലൈനിൽ പറഞ്ഞിട്ടുള്ളത് ആ കാലക്കെ ബാദ്, ക്ഷാമം പോയ ശേഷമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതെല്ലാം അവസ്ഥയിൽ കടന്നു പോയ സമയത്ത്, ഏതെല്ലാം അവസ്ഥ നമുക്ക് വരുന്ന സമയത്ത് നമ്മൾ ഏതെല്ലാം രീതി ജീവിക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും, അല്ലെ? പിന്നെ ഈ 4 ലൈനില്, ഫസ്റ്റിലത്തെ 4 ലൈനില് ക്ഷാമത്തിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതെല്ലാം ജീവിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അത് ഓർമ്മ വേണം. അതേപോലെ ധാന്യങ്ങൾ വന്ന ശേഷം നമ്മൾ ഏതെല്ലാം രീതിയിലാണ് ജീവിക്കുന്നത്, അത് ഏതെല്ലാം രീതിയിലാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് നമുക്കിവിടെ കവി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തോടെ ഈ പാഠം കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.